പകൽ വാർത്ത തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും സ്തംഭിച്ച് നിയമസഭ. പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് അതേ നാണയത്തിൽ ഭരണപക്ഷത്തിന്റെ മറുപടി. സഭാ കവാടത്തിന് മുന്നിൽ അസാധാരണ നീക്കവുമായി ഭരണപ്രതിപക്ഷങ്ങൾ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സഭകളെ ഒപ്പം നിർത്താൻ സർക്കാരിന്റെ നീക്കം. നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന. NSSന് കിട്ടിയ അതേ ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും. സ്വാഗതാർഹമെന്ന് കത്തോലിക്ക സഭ. ഉമ്മർ ഫൈസി മുക്കത്ത് ഉൾപ്പെടുത്തി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം കിട്ടിയതോടെ പോറ്റി പുറത്തേക്ക്. പുറത്തിറങ്ങുന്ന പോറ്റിയെ ചോദ്യം ചെയ്യാൻ ED. പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന് VD സതീശൻ. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. തന്ത്രി 2.5 കോടി നിക്ഷേപിച്ച നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ ED റെയ്ഡ്. MM നരവനെയുടെ കുറിപ്പിലും വ്യാപാര കരാറിലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ 2 തവണ നിർത്തിവെച്ചു. രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വൈകിട്ട്. ലോക്സഭയിലെ മറുപടി ഒഴിവാക്കി. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ ചൊല്ലി രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷ പോര്. CJ റോയുടെ മരണത്തിൽ അന്വേഷണം കേരളത്തിലേക്കും. കർണാടക പോലീസ് സംഘം കൊച്ചിയിലെത്തും. റോയുടെ ഇന്റർനെറ്റ് കോളുകൾ നിരീക്ഷിച്ച SIT. സിനിമാ പ്രവർത്തകരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടത് റോയെ സമ്മർദ്ദത്തിലാക്കി. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ കള്ളപ്പണമില്ലെന്ന് മാനേജ്മെന്റിന്റെ വിശദീകരണം. കത്തോലിക്ക സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. എറണാകുളം അങ്കമാലി രൂപതയിലെ വിമതരുമായി പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വിവരമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. വർഗീയ കലാപം ഉണ്ടാക്കാനാണ് വെളിപ്പെടുത്തലെന്ന് അൽമായ മുന്നേറ്റം. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കോങ്ങാടും പുനലൂരും കോൺഗ്രസുമായി വെച്ചുമാറും. 25 സീറ്റിൽ കോണി ചിഹ്നത്തിലും 2 സീറ്റിൽ സ്വതന്ത്രരും മത്സരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ച പോറ്റിക്ക് കട്ടിളപ്പാളി കേസിൽ കൂടി സ്വാഭാവിക ജാമ്യം കിട്ടിയതോടെ ഇന്ന് തന്നെ പുറത്തിറങ്ങാനാവും. കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന 4ാമത്തെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനിടെ തന്ത്രി കണ്ഠരര് രാജീവരെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി S വിനീഷും VV വിനോദും ചേരുന്നു. വിനോദ്, സ്വർണ്ണക്കൊള്ള നിയമസഭയിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നതിനിടെയാണ് കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ അല്പം മുൻപ് VD സതീശൻ പറഞ്ഞതുപോലും തെളിവുകൾ നശിപ്പിക്കാൻ പോറ്റിക്ക് കഴിയുമെന്നാണ്. ഈ കേസിൽ സ്വാഭാവിക ജാമ്യമാണ് കിട്ടുന്നത് എന്നതുകൂടി വെക്കുമ്പോൾ എങ്ങനെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ? ശ്രീജ, രാഷ്ട്രീയ കേരളത്തെ വല്ലാതെ പിടിച്ചുലച്ച ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ളയിലെ 1ാം പ്രതി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കേസിലും അതോടൊപ്പം തന്നെ കട്ടളപ്പാളി കേസിലും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം. മറ്റ് പ്രതികൾക്കൊപ്പം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തു വരുന്ന നില. കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ജാമ്യാപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൂർത്തിയായിരുന്നു. അതിന് തുടർന്നാണ് ഇപ്പോൾ ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പോറ്റി പുറത്തു വരുന്നതോടുകൂടി ഇത് രാഷ്ട്രീയ വിവാദങ്ങളും കനപ്പെടുകയാണ്. ഇന്നലെയും ഇന്നുമായൊക്കെ തന്നെ സഭയിൽ വലിയ ബഹളമാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ബാനറുമായി എത്തുന്നു, ഭരണപക്ഷം പ്രതിപക്ഷത്തെ ചെറുത്തുകൊണ്ട് സഭയ്ക്ക് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം. അങ്ങനെ വലിയ വാക്പോരും രാഷ്ട്രീയ പോരും നടക്കുന്നൊരു സാഹചര്യമാണ്. എന്തുകൊണ്ട് ഭാഗികമായൊരു കുറ്റപത്രം പോലും അന്വേഷണ സംഘം സമർപ്പിച്ചില്ല എന്ന കാര്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം തന്നെ അല്പസമയം മുൻപുണ്ടായത് SIT അന്വേഷണത്തിൽ തൃപ്തരാണ്, പക്ഷേ മറ്റൊരു ഏജൻസി വരണമെന്ന നില സ്വീകരിക്കും
പ്രതികരിക്കുന്നില്ല. എന്നാൽ ഈ അന്വേഷണം കാര്യക്ഷമമല്ല എന്നൊരു കാര്യം പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ബെഞ്ചിൽ നിന്ന് ഉണ്ടായ പരാമർശം SIT അന്വേഷണം തൃപ്തികരമാണെന്നും ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു, അതുകൊണ്ട് തന്നെ CBI അന്വേഷണം എന്ന ആവശ്യം പരിഗണിക്കാനാവില്ല എന്ന ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയത്. അത്തരമൊരു പരാമർശം നിലനിൽക്കെ ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും ഏറെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോടതി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായും പ്രതിപക്ഷം വിശ്വാസത്തിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ആ കാര്യത്തെ പ്രതിപക്ഷം കാണുന്നില്ല, ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ പ്രതികളെയും കുറ്റപത്രം സമർപ്പിക്കാതെ പുറത്തു കൊണ്ടുവരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ഒരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് പറയുന്നു. വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഓരോ പ്രതികളായി പുറത്തു വരുന്ന സാഹചര്യമാണ്. നേരത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ സുധീഷ് കുമാർ, ശ്രീകുമാർ, മറ്റൊരു പ്രതിയായ KS ബൈജുവും ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തരായി പുറത്തു വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പോര് കനക്കുന്നു. മാത്രമല്ല, തന്ത്രിയുടെ കാര്യത്തിൽ തന്ത്രി ഇന്ന് വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡിൽ പോകുന്നു. അദ്ദേഹം നേരത്തെ തിരുവല്ലയിൽ നിക്ഷേപം നടത്തിയിരുന്ന 2.5 കോടി രൂപ ആ ധനകാര്യ സ്ഥാപനം പൂട്ടിപ്പോകുന്ന നിലയുണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ വീട്ടിൽ ഇന്ന് ED പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ അടുത്ത ഘട്ടമായി വരുന്നത് EDയുടെ ഒരു നടപടികളാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയവരെല്ലാം തന്നെ ഒന്നൊന്നായി ED ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളാനും സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ SITക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഈ ചെമ്പ് പാളികൾ അവിടെ നിന്ന് നഷ്ടമായി, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോയ പാളികളാണോ തിരികെ കൊണ്ടുവന്നത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ VSSയുടെ 2 പരിശോധനകൾ കഴിയുമ്പോൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ പരിശോധനകൾ വേണം. അത് SITക്ക് ഉറപ്പായും പിടിവള്ളിയാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. കാരണം SIT മാത്രം വിചാരിച്ചാൽ അതൊരു മാനുവലായി കണ്ടുപിടിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഏജൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന പരിശോധനയാണ്. CBI വന്നാൽ പോലും VSSയെ കോമ്പീറ്റ് ചെയ്യുന്ന മറ്റൊരു ഏജൻസി ഇക്കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിശോധന നടത്താൻ മറ്റേതെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് കോടതി പറയട്ടെ. അത്തരത്തിലൊരു പരിശോധനയുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ല എന്നൊരു വാദം SITക്ക് മുന്നോട്ട് വയ്ക്കാം. അത് തന്നെയാണ് സർക്കാരിനും പിടിവള്ളിയാകാൻ പോകുന്നത്. കാരണം SIT അന്വേഷണത്തിൽ വീഴ്ചയില്ല എന്നൊരു വാദം അതിശക്തമായി മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും. ശ്രീജ. ശരി വിനോദ്. വിനീഷ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇപ്പോൾ 4ാമത്തെ പ്രതി കൂടി പുറത്തിറങ്ങുന്നു. അത് സ്വാഭാവിക ജാമ്യമാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. എപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. ഇന്ന് ജാമ്യ ഹർജിയിന്മേൽ വിധി പറയാനായി മാറ്റുകയായിരുന്നു. ഇന്ന് 2 കേസിലും, അതായത് ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങാൻ സാധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാൽ പോലും വീണ്ടും EDയുടെ മുന്നിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. കാരണം ED സമൻസ് അയച്ച് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ എന്തായാലും കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങി കർശനമായിട്ടുള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷനും അത്തരത്തിലുള്ള ഉപാധികളോടെ വേണം ജാമ്യം അനുവദിക്കാൻ എന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ വാദം പൂർത്തിയായത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നതോടുകൂടി ഈ കേസിൽ 4ാമത്തെ പ്രതിയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ ഒരു പ്രധാന പ്രതിയാണ്. അടുത്ത ദിവസം ഈ വരും ദിവസങ്ങളിൽ തന്നെ ED ചോദ്യം ചെയ്യുന്നതോടുകൂടി കേസിൽ കൂടുതൽ വ്യക്തതകൾ വരും. കാരണം ഇതിനകത്ത് ക്രിമിനൽ ഗൂഢാലോചന, സാമ്പത്തിക ഇടപാടുകളടക്കം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ വിജിലൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭ്യമാകാനുണ്ടായ കാരണം 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് അനുവദിച്ചത്. ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചത്. ഇത് കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശ്രീജ. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരുന്നു ഇന്ന് നിയമസഭയിലും വലിയ ചർച്ചയായത്. ഈ സമ്മേളനം മുഴുവൻ വേണമെങ്കിൽ സ്വർണ്ണക്കൊള്ളയിൽ മുങ്ങിയെന്ന് പറയാം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ ഇന്നും സ്തംഭിച്ചു. സഭ ചേരുന്നതിന് മുൻപ് തന്നെ
സഭാ കവാടത്തിൽ മുദ്രാവാക്യവുമായി സംഘടിച്ച പ്രതിപക്ഷം ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഹൈക്കോടതിക്ക് മുകളിലാണ് താനെന്ന ഭാവമാണ് പ്രതിപക്ഷ നേതാവിന് എന്നായിരുന്നു സർക്കാരിന്റെ തിരിച്ചടി. പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിന് പിന്നാലെ സഭാ കവാടത്തിലേക്ക് ഭരണപക്ഷം മാർച്ച് നടത്തി. ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സഭ ഫെബ്രുവരി 23-ാം തീയതിയിലേക്ക് പിരിഞ്ഞു. അന്വേഷണം വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അനധികൃതമായ ഇടപെടലുകൾ നടത്തുകയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതികളും ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച പ്രധാനപ്പെട്ട പ്രതികൾ വരെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയ്ക്കകത്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധമെങ്കിൽ ഇന്ന് ആ പ്രതിഷേധം തുടങ്ങിയത് സഭയ്ക്ക് പുറത്തു നിന്നായിരുന്നു. അതിൻ്റെ അതേ രീതിയിൽ തന്നെ അകത്തും പ്രതിപക്ഷം സഭ തുടങ്ങുമ്പോൾ തന്നെ ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കി. ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. SITയുടെ അന്വേഷണം നിർജീവമാണ്, അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധവും നിസ്സഹകരണവും തുടരുമെന്ന് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കി. രൂക്ഷ വിമർശനവുമായി പ്രതികരണവുമായി സ്പീക്കറും രംഗത്തെത്തി. താൻ എയർ ഡ്രോപ്പ് ചെയ്ത് വന്നയാളല്ല, സ്പീക്കറെ ചെയറെ തെരുവിൽ അപമാനിക്കുകയാണ്, വലിച്ചിഴക്കുകയാണെന്ന വിമർശനം സ്പീക്കർ ഉന്നയിച്ചു. ചെയർ ഈ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല. ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല. വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. സ്പീക്കർക്ക് പിന്തുണയുമായി പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശനവുമായി പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷും രംഗത്തെത്തി. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് മുഖത്തേറ്റ അടിയാണ് പ്രതിപക്ഷത്തിനുണ്ടായത്. എന്നിട്ടും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായ BJP സംസ്ഥാന അധ്യക്ഷനും വലിയ തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടായി. എന്നിട്ടും എന്തിനാണ് ഈ പ്രഹസനം എന്ന ചോദ്യമാണ് MP രാജേഷ് മുന്നോട്ട് വച്ചത്. ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ്. ഹൈക്കോടതി പറഞ്ഞു SITയിൽ പൂർണ്ണ തൃപ്തി. നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല. ആരോടാണ് പറയുന്നത്? ഈ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ ഉറ്റമിത്രമായ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും. പരലോകത്തും ഇഹലോകത്തുമുള്ളവർ ഓട്ടിയെ കയറ്റിയവർ കോൺഗ്രസുകാരാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ നാടകം കളിക്കുകയാണ്. ഈ വിമർശനങ്ങൾക്കിടയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമായി തന്നെ തുടർന്നു. അതിരൂക്ഷമായ വിമർശനം സർക്കാരിന്റെ മുദ്രാവാക്യ വിളികളിലൂടെ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ തുടർന്നു. അതേസമയം തന്നെ സഭാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സർക്കാർ. മാർച്ച് 23-ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന ധനവിനിയോഗ ബില്ല് അടക്കം നേരത്തെ പ്രത്യേക ഉപക്ഷേപത്തിലൂടെ സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഇനിയും 2 ദിവസം കൂടിയെങ്കിലും സഭ ചേരണം. അത് ഈ മാസം 23-24 തീയതികളിൽ സഭ ചേരേണ്ടിയുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നലെ ബജറ്റ് പാസാക്കി, ഇന്ന് ധനവിനിയോഗ ബില്ലും പാസാക്കിയെങ്കിലും ബാക്കി നടപടിക്രമങ്ങൾ സഭയിൽ ബാക്കിയാണ്. ഏതായാലും 23-ന് വീണ്ടും സഭ ചേരും. പ്രതിപക്ഷത്തിനെതിരെ ഇന്നലെ പ്ലക്കാർഡ് ഉയർത്തി സഭയിൽ പ്രതിഷേധിച്ച ഭരണപക്ഷം ഇന്നും അതേ രീതി തുടർന്നു. ഇന്നും സോണിയാഗാന്ധിയുടെ ചിത്രമടക്കം, ഉണ്ണികൃഷ്ണൻ പോലീസ് ചിത്രമടക്കം പങ്കുവച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിഷേധവും സഭയ്ക്ക് ഉള്ളിൽ ഭരണപക്ഷവും തുടർന്നു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അതിന് പിന്നാലെ ഭരണപക്ഷവും നടപടികൾ പൂർത്തിയാക്കി സഭയിൽ നിന്ന് പ്രകടനമായി പുറത്തേക്ക് വന്ന CPM നേതാക്കൾ, മന്ത്രിമാരൊഴികെയുള്ള CPM നേതാക്കൾ പ്രകടനവുമായി വന്നാണ് സഭയ്ക്ക് മുന്നിലേക്ക് ഭരണപക്ഷവും എത്തിയത്. എന്താണോ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ നിലപാടുകളെടുത്ത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അന്വേഷണ നടപടിയുടെ ഭാഗമായി വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചാണ് ഭരണ പ്രതിപക്ഷങ്ങൾ സഭയിൽ നിന്ന് പിരിയുന്നത്. നിയമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറുമെന്ന ഉറപ്പാണ്. അത് ഉറപ്പിച്ചുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷം നടത്തിയത്. ഭരണപക്ഷവും അത് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ വിഷയമായി മാറും. അവിടെ പ്രതിപക്ഷ ആക്രമണത്തിൽ പതുങ്ങിയിരിക്കാനല്ല, മറിച്ച് പ്രത്യാക്രമണത്തിന് സർക്കാരും തയ്യാറാകുന്ന സൂചനകളാണ് സഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ കുറ്റപത്രം സമർപ്പിക്കാതെ പുറത്തെത്തിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് VD സതീശൻ.
കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷത്തിന് അതിൽ ആശങ്കയുണ്ട്. SIT അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമില്ല. പക്ഷേ അന്വേഷണം കാര്യക്ഷമമാവണമെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് നീട്ടി. 14 ദിവസത്തേക്കാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. പത്തനംതിട്ട തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ EDയുടെ പരിശോധന. നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സിലും ഉടമ NM രാജുവിന്റെ വീട്ടിലുമാണ് ED റെയ്ഡ് നടത്തിയത്. ഇവിടെ തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. എന്നാൽ പണം നഷ്ടമായത് സംബന്ധിച്ച് തന്ത്രി പരാതി നൽകിയിരുന്നില്ല. രാവിലെ 10 മണിയോടുകൂടിയാണ് ED ഉദ്യോഗസ്ഥർ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഈ പരിശോധന പ്രധാന കാരണം തന്ത്രി രാജീവ് കണ്ഠരര് 2.5 കോടി രൂപ ഈ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചെന്ന ഒരു സംശയമുണ്ട്. ഈ സംശയം CPM നേരത്തെ ഉന്നയിച്ചിരുന്നു. കാരണം ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം ഇവിടെ നിക്ഷേപിച്ചെന്നുള്ള ആരോപണം CPM ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശോധന കൃത്യമായി ഈ 2.5 കോടി രൂപ ഇവിടെ നിക്ഷേപിച്ചതിന് ശേഷം പിന്നീട് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് പൂട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നിക്ഷേപരെല്ലാം ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തു. പക്ഷേ തന്ത്രി മാത്രം ഇത് സംബന്ധിച്ച് ഈ കണ്ഠരര് രാജീവര് മാത്രം ഇത് സംബന്ധിച്ച് ഒരു പരാതിയും ഉന്നയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പണം എവിടുന്ന് ലഭിച്ചു എന്നുള്ള കണ്ടെത്തുക എന്നുള്ള ഒരു പരിശോധനയാണ് പ്രധാനമായും ED നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന രാവിലെ തൊട്ട് തുടരുകയാണ്. നിലവിൽ NM രാജുവിൻ്റെ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിലും തിരുവല്ലയിലും സമീപ പ്രദേശ ഫിനാൻസുകളിലും പരിശോധന നടത്തുമെന്നൊരു സൂചനയുണ്ട്. നിലവിൽ NM രാജുവിൻ്റെ വീട്ടിലും ED റെയ്ഡ് നടത്തുന്നുണ്ട്. എന്തായാലും രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എങ്ങനെ ഈ പണം 2.5 കോടി രൂപ തന്ത്രിക്ക് ലഭിച്ചു എന്ന് പറയുന്ന ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ എങ്ങനെ ലഭിച്ചു എന്നുള്ള ആണ് ഇത് പ്രധാനമായും കണ്ടെത്തുന്നത്. അത് പണം നഷ്ടപ്പെട്ടിട്ട് തന്ത്രി ഇത് സംബന്ധിച്ച് പരാതിയും ഉന്നയിച്ചിട്ടില്ല. ആ ഒരു കാര്യമാണ് ഒരു സംശയത്തിന് നിലവിൽ നിൽക്കുന്നത്. നിലവിൽ SIT ഈ കാര്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന ED ഉദ്യോഗസ്ഥർ നടത്തുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധന ഈ സ്ഥാപനം ഇപ്പോൾ പൂട്ടിപ്പോയതാണ്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുകയാണ്. വീട്ടിലും ഈ NM രാജു ഈ സ്ഥാപനത്തിൻ്റെ ഉടമ NM രാജുവിൻ്റെ വീട്ടിലും ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ സമാനമായ രീതിയിൽ ഈ പണം നഷ്ടപ്പെട്ടിട്ടും തന്ത്രി എന്തുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെക്കുന്നത്. അത് SIT നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ ഈ സ്ഥാപനത്തിലല്ല മറ്റെവിടെയെങ്കിലും സ്ഥാപനത്തിലാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി CPM ആണ് ആദ്യം ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത്. CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറി ഉദയഭാനുവാണ് ഈ സംബന്ധിച്ച് ഒരു പരാതി ഉന്നയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന, വ്യാപകമായ ഒരു പരിശോധന ഫിനാൻസ് തിരുവല്ല കേന്ദ്രീകരിച്ചുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളിലേക്ക് ഒരു പരിശോധന നടത്താനാണ് ED ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടും ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിനെതിരെയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. നിലവിലുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ NSSന് അനുകൂലമായ സുപ്രീംകോടതി വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ സർക്കാർ സുപ്രീംകോടതിയുടെ അനുമതി തേടിയതായി മന്ത്രി V ശിവൻകുട്ടി. ചട്ടം 300 പ്രകാരമാണ് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ സഭകളുടെയും എയ്ഡഡ് സ്കൂൾ ഉടമകളുടെയും ആവശ്യം സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയ ശേഷവും ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക്, ക്രൈസ്തവ സഭകൾക്ക് വലിയ ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രത്യേക പ്രസ്താവന, ചട്ടം 300 അനുസരിച്ച് പ്രസ്താവനയ്ക്ക് സർക്കാർ തയ്യാറായത്, തീരുമാനമെടുത്തത്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയും സഭകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് അടക്കം മാർച്ച് നടത്തി. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ, സത്യവാങ്മൂലത്തിൽ മാത്രം കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സഭകൾ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്ന് കൂടുതൽ ഉറപ്പ് സഭകൾ ആവശ്യപ്പെട്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് ചട്ടം 300 അനുസരിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തിയത്. NSSന് ലഭിച്ച ആനുകൂല്യം മറ്റ് സമുദായങ്ങൾക്കും ലഭിക്കുമെന്ന ഉറപ്പാണ് സുപ്രീം കോടതി സർക്കാർ നൽകിയത്. അതേ ഉറപ്പ് ഇന്ന് നിയമസഭയിലൂടെ സർക്കാർ വീണ്ടും നൽകുകയായിരുന്നു. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്ന മുറയ്ക്ക് നിലവിൽ പ്രൊഫഷണലായും ദിവസവേതനാടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ നിയമന തീയതി മുതൽ തന്നെ ക്രമീകരണം നടത്തുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പ്രശ്നങ്ങളും വേഗത്തിൽ പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. അതിനായി നിയമപരമായി ചെയ്യാവുന്ന എല്ലാം സർക്കാർ ചെയ്യുന്നുണ്ട്. NSS മാനേജ്മെന്റിന് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ബാധകമാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ ഉടനടി പരിഹരിക്കപ്പെടുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. കേരള കോൺഗ്രസ് എമ്മിന്റെ അടക്കം ആവശ്യമാണ് ഇക്കാര്യത്തിൽ സഭകൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കണമെന്ന്. ഏതായാലും ഇന്ന് സർക്കാർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉചിതമായ തീരുമാനമാണെന്ന് കേരള കോൺഗ്രസ് MLA ജോബ് മൈക്കിളും പ്രതികരിച്ചു. ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെട്ടു. സർക്കാർ തുറന്ന മനസ്സോടെ 2 കൈ നീട്ടി സഭയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട്
സുപ്രീം കോടതി കൺകറൻസ് കിട്ടുമ്പോൾ കൃത്യമായി നടപടി ഉണ്ടാവും. സർക്കാർ തീരുമാനത്തെ സഭകളും സ്വാഗതം ചെയ്തു. സഭകൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ എടുത്തത് വളരെ കൃത്യമായ ഒരു നിലപാടാണെന്നാണ് സഭകളുടെ അഭിനന്ദനം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പൂർണ്ണമായി തൃപ്തി വരണമെങ്കിൽ ഞങ്ങളുടെ അധ്യാപകർക്ക് അവരുടെ നിയമനം അംഗീകരിച്ച് കിട്ടി അവർക്ക് ശമ്പളം കയ്യിൽ കിട്ടിയാലേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയുള്ളൂ. ഏതായാലും ക്രൈസ്തവ സഭകളെ, ക്രൈസ്തവ മാനേജ്മെന്റുകളെ, ക്രൈസ്തവ മതവിഭാഗത്തിലുള്ള ആളുകളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ ചേർത്ത് നിർത്താനുള്ള നടപടികൾ ഇടതുമുന്നണി തുടരുകയാണ്. അതിനൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യവും അതിൽ പ്രധാനമായുണ്ട്. UDF-ലേക്ക് പോകാതെ LDF ഉറച്ചു നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് സഭകൾക്ക് മുമ്പിൽ മറുപടി പറയാൻ തക്ക അവസരമൊരുക്കുകയാണ് ഇടതുമുന്നണി ചെയ്യുന്നത്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ കേസിൽ തീരുമാനമാകുന്ന മുറയ്ക്ക് അവർക്ക് നിയമനം നടത്താമെന്ന ഉറപ്പാകും സർക്കാർ ഈ ഘട്ടത്തിൽ നൽകുന്നത്. കത്തോലിക്ക സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലുമായി കേരളത്തിലെ മുതിർന്ന രൂപത അധ്യക്ഷനും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്ത്. ദീപിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. എറണാകുളം അങ്കമാലി രൂപതയിൽ ഏകീകൃത കുർബാനയ്ക്കെതിരെ നിന്ന വിമതരുമായി പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തിയിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയെന്നാണ് മാർ താഴത്തിന്റെ പരാമർശം. അതേസമയം പോപ്പുലർ ഫ്രണ്ട് പരാമർശത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് മാപ്പ് പറയണമെന്ന് അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി. പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടപെടൽ നടന്നുവെന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കണം. അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ആളാണ് ആൻഡ്രൂസ് താഴത്തു മാലഞ്ചേരി. വർഗീയ കലാപമുണ്ടാക്കാനാണ് ഈ പരാമർശം നടത്തിയതെന്നും ഷൈജു ആന്റണി പറഞ്ഞു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങളുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞ ഈ ആരോപണം ഏത് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസിയാണ് പറഞ്ഞത്? അദ്ദേഹവും മാർ കർദിനാൾ ആലഞ്ചേരിയും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നാഷണൽ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ ഉള്ള ആളുകളാണ്. അവർക്കെതിരെ അന്വേഷണം അതേ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ ഏജൻസികൾ നടത്തിയതിന്റെ തെളിവുകളുണ്ട്. ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ്. അങ്ങനെ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെയാണ് അതേ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ഇദ്ദേഹം ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയും ഔദ്യോഗിക രഹസ്യം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തത് എങ്ങനെയാണ്? ഇതിന്റെ പേരിലാണോ, ഈ ഉദ്യോഗസ്ഥൻ വഴിയാണോ ഇവർക്കെതിരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളെല്ലാം തടസ്സപ്പെട്ടത്? ആ അന്വേഷണങ്ങളെല്ലാം ഇന്ന് മരവിച്ചു പോയ അവസ്ഥയിലാണ്. ഇവരാരും ഒരിക്കൽ പോലും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഇവർക്കെതിരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ തടസ്സപ്പെടാൻ ഈ ഉദ്യോഗസ്ഥനാണോ കാരണക്കാരൻ? എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു വിവരം അറിഞ്ഞപ്പോ അത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പ്രതിയായ ഒരു മെത്രാന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്? അദ്ദേഹം പറയേണ്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ ഉന്നതാധികാരികളോടാണ്. കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് പകരം അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ കേസിലെ പ്രതിയായ ഒരു മെത്രാനെ കണ്ടിട്ടാണ് ഈ കാര്യം പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ട് CBCIയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാർ താഴത്ത് അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകണം. സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും മെത്രാപ്പോലീത്തൻ വികാരിക്കും ഇതേ നിലപാട് തന്നെയാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘം. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ റോയ് നടത്തിയ ഇന്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. റോയ് വിളിച്ചത് ആരെയെന്ന് കണ്ടെത്തുക എളുപ്പമല്ലെങ്കിലും ഇന്റർനെറ്റ് IP വിലാസത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഹോട്ടലിൽ റോയിയെ സന്ദർശിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും തന്നെ ഈ മരണത്തിലെ ദുരൂഹത നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് CJ റോയ് അവസാനം ചെയ്ത ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടക്കുന്നുണ്ട്. മരണത്തിന് തൊട്ടു മുൻപ് നടത്തിയ കോളുകളെ കേന്ദ്രീകരിച്ചാണ്. ഇതിന്റെ IP അഡ്രസ്സുകൾ കണ്ടെടുക്കുന്നതിലടക്കം അന്വേഷണ സംഘം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരാരെല്ലാമാണ്, അവരുമായി
പ്രധാനമായി എന്ത് സംസാരിച്ചിരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അദ്ദേഹം ബംഗളൂരുവിലേക്ക് എത്തിയ സമയം മുതൽ തന്നെ ഈ അന്വേഷണം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഈ പലരും തന്നെ അദ്ദേഹത്തെ കാണുന്നതിനടക്കം തന്നെ ഇവിടേക്ക് എത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ അതിഥികൾ ആരെല്ലാമാണ്, ഇതിൽ നിക്ഷേപകരുണ്ടായിരുന്നു എന്നതാണ് പ്രധാനമായും തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇത് ഇന്റർനെറ്റ് കോൾ ചെയ്തവരിലും അതോടൊപ്പം തന്നെ കാണാനെത്തിയവരിലും നിക്ഷേപകരുണ്ടായിരുന്നു. അവർ ആരെല്ലാമാണ് എന്നതാണ് പരിശോധന നടത്തുന്നത്. ഈ കാര്യങ്ങളിലുള്ള ഒരു പരിശോധന കൊച്ചിയിലേക്കും നീളാനാണ് സാധ്യത. കാരണം ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം തുടങ്ങിയത്. പിന്നീട് അത് ബംഗളൂരുവിലേക്ക് എത്തുകയായിരുന്നു. ഇതിനകം തന്നെ പല തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ തെളിവുകൾ അടക്കം കൂടുതൽ രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ദുബായ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ നിന്ന് രേഖകൾ എത്തിക്കാനാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം കൊച്ചിയിലേക്ക് എത്തുന്ന സംഘം കൊച്ചിയിലെ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ പരിശോധിക്കും. നിക്ഷേപകർ ആരെല്ലാമാണ് എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം CJ റോയ്ക്കുണ്ടായിരുന്നു. മലയാള സിനിമാ മേഖലയും അതിന് പുറത്തുള്ളവരുമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നിക്ഷേപം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ? അതിൽ പലരും തന്നെ നിക്ഷേപം പിൻവലിക്കാൻ തയ്യാറായി ആവശ്യപ്പെട്ടിരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആരെല്ലാമാണ്, എങ്ങനെയാണ് ഈ പണം സ്വീകരിച്ചത്, നിക്ഷേപകരുടെ സമ്മർദ്ദം റോയ്ക്ക് മേലുണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയാണ്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം വലുതായി ഉണ്ടായിരുന്നില്ല എന്ന നിഗമനത്തിലേക്കും അന്വേഷണ സംഘം എത്തുന്നുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് മരിച്ചിട്ടും ചിലർ വേട്ടയാടുകയാണെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്. കോൺഫിഡന്റ് ഗ്രൂപ്പിന് പിന്നാലെ EDയോ CBIയോ ഇല്ല. തങ്ങളുടെ പക്കൽ കള്ളപ്പണവുമില്ല. നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെടില്ല. റോയുടെ മരണം ഒരു തരത്തിലും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും TA ജോസഫ് പറഞ്ഞു. ഇവിടെ ആക്ച്വലി ദ ബാംഗ്ലൂർ ഡിവിഷൻ വാസ് റൺ ബൈ ചെയർമാൻ ആൻഡ് കേരള ഡിവിഷൻ റൺ ബൈ മീ. ദാറ്റ് വാസ് ദ ഇക്വേഷൻ. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല. ഇപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും. അവിടെയും ഇപ്പം എൻ്റെ സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ എൻ്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വേറെ ക്ലയൻസുകളില്ല ഇനി. അപ്പം അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം, നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അപ്പോൾ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പല പല അലിഗേഷൻ, പല പല കാര്യങ്ങൾ. എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. പൈസ കൊടുക്കാണ്ട് പൈസ അവിടെ നിന്നെടുത്തു, കട്ടു, മറ്റത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞങ്ങൾ ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടുത്തെ പണമോ ഇവിടുത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗവനിക്കണം. എന്നാലും ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ ആയിട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു അലിഗേഷനാണ് ഞാൻ കേട്ടത്. അതായത് ഇത് EDയുടെ സെർച്ചാണ്, അതുപോലെ തന്നെ FMAയുടെ ആണോ അല്ലെങ്കിൽ PMLAയുടെ ആണോ അല്ലെങ്കിൽ CBI, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ, അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളിലല്ല, ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ്, അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള യൂട്യൂബേഴ്സ്, നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഒരു 4-5 വിരലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടത് കാണിക്കുക. ഞാൻ 6-ാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും. കാലത്ത് 8:30 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉണ്ടാവും. എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ്, ദെൻ ഐ വിൽ റിവാർഡ് യു ദറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഇല്ലാത്ത കാര്യം, നിങ്ങളെന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ CBIയിലോ EDയിലോ വർക്ക് ചെയ്യണമെന്ന്
പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക് ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. രക്തസാക്ഷി വിവാദത്തിന്റെ പേരിൽ CPM പുറത്താക്കിയ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ വിശദീകരണം നൽകാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് നാളെ മാധ്യമങ്ങളെ കാണും. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ കണക്കുകൾ അവതരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനം. വി കുഞ്ഞികൃഷ്ണന്റേത് പ്രാദേശിക വിഷയം മാത്രമെന്ന് MV ഗോവിന്ദൻ. ഓരോ ദിവസവും കുഞ്ഞികൃഷ്ണന് മറുപടി നൽകാൻ കഴിയില്ല. നിങ്ങൾ കുഞ്ഞികൃഷ്ണൻ എന്ന് ജപിച്ചോളൂ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി വ്യക്തമാക്കിയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതിന് പിറകെ ഒന്നും പറയാനില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഓരോ ദിവസം മറുപടി പറയാൻ ഈ ജാതകം ഉത്തരവാദിത്വം. കുഞ്ഞികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല. ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം. അത് പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി. അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ചു പോകും. പാർട്ടി അടിസ്ഥാനത്തിലാണ് CPM ആളുകളെ സംരക്ഷിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ശബരിമലയിൽ സ്വർണം കട്ട കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ പോലും CPM തയ്യാറായിട്ടില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഇതിൽ CPM നേതൃത്വത്തിന്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന CPMന്റെ നേതാക്കന്മാർ, പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ CPM പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരു അച്ചടക്ക നടപടിയുടെ തെല്ലെങ്കിലും സ്വീകരിക്കാൻ CPM നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക്. അതിലെ വിശ്വാസ സമൂഹം, ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ്. ആ ഉത്കണ്ഠയോടൊപ്പം, ആശങ്കയോടൊപ്പം, പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്. കളമശ്ശേരി സീറ്റിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനോ ലീഗ് നേതാവ് മുഹമ്മദ് ഷായോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ഗുരുവായൂർ പട്ടാമ്പി സീറ്റുകൾ പരസ്പരം കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള നീക്കത്തിൽ കടുത്ത ആശയക്കുഴപ്പം തുടരുകയാണ്. എന്നാൽ കോങ്ങാട്, പുനലൂർ സീറ്റുകളിൽ മാറ്റമുണ്ടാകും. 25 മണ്ഡലങ്ങളിൽ പാർട്ടി ചിഹ്നത്തിലും 2 സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കാനാണ് ലീഗ് നീക്കം. കോൺഗ്രസുമായുള്ള ആദ്യ ചർച്ചകളിൽ തന്നെ ഇക്കാര്യത്തിൽ ധാരണയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് 27 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് ഇതിനോടകം ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണയും 27 സീറ്റിൽ ലീഗ് മത്സരിച്ചിരുന്നു. അതിൽ 2 സ്വതന്ത്ര ഇനത്തിലായിരുന്നു മത്സരിച്ചിരുന്നത്. പേരാമ്പ്രയിലും അതുപോലെ തന്നെ കുന്നമംഗലത്തും സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെയും സാഹചര്യങ്ങൾ. കൂടുതൽ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ 25 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിലും 2 സ്വതന്ത്ര ഇനത്തിലും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ തന്നെ ധാരണയായിരിക്കുന്നത്. UDF-ൽ ധാരണയായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീറ്റ് വെച്ചുമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇനിയും ധാരണകൾ വരേണ്ടതുണ്ട്. കളമശ്ശേരിയും കൊച്ചിയും വെച്ചുമാറില്ല എന്ന കാര്യത്തിലും ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. കളമശ്ശേരിയിൽ മുൻ മന്ത്രി അന്തരിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂർ ആയിരിക്കും മത്സരിക്കുക. അതല്ലെങ്കിൽ ലീഗിൻ്റെ തന്നെ നേതൃനിരയിലുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഈ 2 പേരുകളാണ് അവിടെ സജീവമായിട്ട് പരിഗണനയിലുള്ളത്. ഈ 2-ൽ ആരെങ്കിലും ഒരാൾ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയാണ് ലീഗിൽ നിന്ന് വരുന്നത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച നടന്നിരുന്ന പല മണ്ഡലങ്ങളിലും, തിരുവമ്പാടിയിലും പട്ടാമ്പിയിലും ഒക്കെ ഇനിയും ധാരണയാകേണ്ടതുണ്ട്. ലീഗ് കോങ്ങാടും പുനലൂരും മത്സരിക്കില്ല എന്ന കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലീഗിൻ്റെ താഴെത്തട്ടിലെ ഘടകങ്ങൾ ഈ സീറ്റുകളിൽ മത്സരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ സീറ്റ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ നിലപാടാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഇത്തവണ കോങ്ങാടും പുനലൂരും ലീഗ് ആയിരിക്കില്ല മത്സരിക്കുക. ഇതിന് പകരം ഏത് സീറ്റ് എന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പുനലൂരിന് പകരം കൊല്ലം ജില്ലയിലെ മറ്റേതെങ്കിലും സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇരവിപുരമോ അല്ലെങ്കിൽ ചടയമംഗലമോ ആയിരിക്കും
എന്നായിരിക്കും ആവശ്യപ്പെടുക. ഇത് സംബന്ധിച്ചും ഒരു ധാരണയാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോങ്ങാടിന് പകരം ഒരുപക്ഷെ ബാലുശ്ശേരിയിലോ ചേലക്കരയിലോ ആയിരിക്കും ലീഗിന് പകരം ഉണ്ടാവുക. ഇതും സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തിരുവമ്പാടി സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവമ്പാടിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയെ മത്സരിപ്പിക്കണം തിരുവമ്പാടിയിൽ എന്നൊരു ആലോചനയുണ്ട്. പക്ഷേ ലീഗ് നാദാപുരം ലഭിച്ചാൽ മാത്രമേ തിരുവമ്പാടി വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അത്തരത്തിൽ സീറ്റ് കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഇനിയും ചില കാര്യങ്ങൾ കൂടി ധാരണയാക്കാനുണ്ട് എന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. പക്ഷേ പ്രധാനമായിട്ടും 25 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെയും 2 സീറ്റിൽ സ്വതന്ത്രത്തിലും മത്സരിക്കും എന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ നിലപാട് ലീഗ് വ്യക്തമാക്കി. ലീഗും കോൺഗ്രസും ഇക്കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. സീറ്റ് വെച്ചുമാറ്റം അത് ഏറെ വൈകാതെ തന്നെ പ്രധാനമായിട്ടുള്ള സീറ്റുകളിൽ ധാരണ ഉണ്ടാകും. പ്രത്യേകിച്ച് പട്ടാമ്പി, തിരുവമ്പാടി, ഗുരുവായൂർ തുടങ്ങി സീറ്റ് വെച്ചുമാറ്റം സാധ്യമായേക്കുന്ന മണ്ഡലങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. CV അനുമോദ്, ന്യൂസ് 18. മാവേലിക്കരയിൽ മദ്യലഹരിയിൽ പോലീസിന്റെ അപകടയാത്ര. മാന്നാർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ സ്വരാജാണ് ഔദ്യോഗിക വാഹനത്തിൽ അപകടകരമായി വാഹനം ഓടിച്ചത്. വിഷയത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചെങ്ങന്നൂർ DYSPയോട് റിപ്പോർട്ട് തേടി. മാവേലിക്കരയിൽ മദ്യലഹരിയിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് വാഹനം ഓടിച്ചത്. അദ്ദേഹം ഇന്നലെ രാത്രി മദ്യപിച്ച് ലക്കുകെട്ട രീതിയിൽ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ അപകടകരമായ സാഹചര്യത്തിൽ, അതായത് റോഡിന്റെ 2 ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് പോലീസ് ജീപ്പ് മുന്നോട്ട് പോയത്. കായംകുളം ചെറ്റുകുളങ്ങര റോഡിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇയാൾ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് അയാളെ പിന്തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തിയത്. ഒരു ഘട്ടത്തിൽ ഇയാൾ വാഹനം ഈ പോലീസ് ജീപ്പ് റോഡ് സൈഡിലേക്ക് ഒതുക്കുകയും അവിടെ ഛർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് വാഹനത്തിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് വൈദ്യ പരിശോധനകൾക്കോ ഒന്നും ഇടയാക്കാതെ തന്നെ ഇദ്ദേഹത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ ബോധരഹിതനായിരുന്നു. പിന്നീട് ഇയാളെ വിളിച്ച് ഉണർത്തിയ ശേഷം ഈ വാഹനവുമായി കൊടുത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ്. മാന്നാർ SHOയെ കായംകുളത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലാക്കിയതിനു ശേഷം മടങ്ങി വരുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഈ SHO യാത്രയാക്കിയ ശേഷം ഒരു ക്ഷേത്ര പരിപാടിയിൽ ഇവർ പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരവുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. ഒരു ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരമൊക്കെ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും കായംകുളത്ത് എത്തിയ ശേഷം അയാൾ 1 മണിക്കൂർ ഇടവേള മറ്റെവിടെയോ ചിലവഴിച്ചതായും വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ DYSPയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിൽ പോലീസ് ജീപ്പിൽ യൂണിഫോമിൽ ഒരു ഉദ്യോഗസ്ഥൻ വഴിയിൽ കിടന്നു എന്നുള്ളതാണ്. ബോധരഹിതനായി ആ വാഹനം ഓടിച്ച ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും അപകടകരമായിരുന്നു. കഴിഞ്ഞ ദിവസം നിർത്തിയിട്ട കാറിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയിരുന്ന മദ്യപിച്ച സംഭവവും തുടർ നടപടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആലപ്പുഴ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൊല്ലം നെടുവത്തൂരിൽ ചുരിദാർ ഇട്ടതിന്റെ പേരിൽ അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ കേസ്. സ്കൂളിലെ സെക്യൂരിറ്റിക്കെതിരെയാണ് കേസ്. ഈശ്വരവിലാസം സ്കൂളിലായിരുന്നു സംഭവം. അന്യായമായി തടഞ്ഞുവെച്ചതിനാണ് കേസ്. ചുരിദാർ ധരിച്ചു വന്ന അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പ്രഥമ അധ്യാപികയായിരുന്നു കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ തടഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. അധ്യാപിക പരാതി നൽകുകയും ചെയ്തു. ചുരിദാർ ധരിച്ചുകൊണ്ട് വന്നതുകൊണ്ടാണ് തന്നെ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാഞ്ഞത് എന്നാണ് അധ്യാപികയുടെ പരാതിയിൽ പറഞ്ഞത്. ഈ പരാതി അന്വേഷിച്ച പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അധ്യാപികയെ തടഞ്ഞ ഗേറ്റ് കീപ്പർ ശശാങ്കനെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശശാങ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. BNS നിയമപ്രകാരമാണ് 126B അതുപോലെ തന്നെ 79 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ്
പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞു വെച്ചു, പൊതുസമൂഹത്തിൽ അപമാനപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. നെടുവത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം പ്രഥമ അധ്യാപികയായ സിന്ധു നായരായിരുന്നു. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി കൊടുക്കുവാനായി മുട്ട സഹിതം ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ഗേറ്റിന് മുന്നിൽ വെച്ച് ഗേറ്റ് കീപ്പർ ഗേറ്റ് തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല. നിരവധി തവണ ഇവർ ആവശ്യപ്പെട്ടുവെങ്കിലും ഗേറ്റ് തുറന്നില്ല. കാരണം മാനേജ്മെൻറ്റിൽ നിന്നും തങ്ങൾക്ക് കിട്ടിയ ഒരു നിർദ്ദേശം പ്രഥമ അധ്യാപിക ചുരിദാർ ധരിച്ച് വരികയാണെങ്കിൽ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്നുള്ളതായിരുന്നു എന്നാണ് ശശാങ്കൻ ആ സമയം പറഞ്ഞിരുന്നത്. പോലീസിനോടും അങ്ങനെയാണ് മൊഴി നൽകിയത്. സംഭവം അറിഞ്ഞ് കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തുകയും അധ്യാപികയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. മാനേജ്മെൻറ്റുമായി നടത്തിയ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇവരുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഇങ്ങനെ സ്കൂൾ അധ്യാപികമാർ ചുരിദാർ ധരിച്ച് വരുന്നതിൽ യാതൊരു വിലക്കുമില്ല. ഇത് നിലനിൽക്കെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം പ്രഥമ അധ്യാപിക സ്കൂളിലേക്ക് വന്നപ്പോൾ ചുരിദാർ ധരിച്ചു എന്നുള്ള ഒരു കാരണത്താൽ തടയുകയും ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്തതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ശബരിപാതയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ് സ്ഥലമേറ്റെടുപ്പിന്റെ പകുതി ചെലവ് വഹിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. 3 പതിറ്റാണ്ടായി കേരളം കാത്തിരിക്കുന്ന അങ്കമാലി എരുമേലി പാതയ്ക്കായി 1900 കോടി കിഫ്ബി വഴി നൽകാനാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചത്. ഈ തുക ഉപയോഗിച്ച് എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ 303 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. സർക്കാർ പ്രഖ്യാപനത്തെ പ്രദേശവാസികൾ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കേന്ദ്ര സർക്കാർ കൂടി വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ശബരി റെയിൽപാതയ്ക്കായി സംസ്ഥാന സർക്കാർ 1900 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി പൂർത്തീകരണത്തിലേക്ക് ആ ഒരു പ്രതീക്ഷ ജനങ്ങളിലേക്ക് നൽകുന്ന രീതിയിലാണ് ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായാണ് റെയിൽവേയുടെ ഒരു പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ, ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇങ്ങനെയൊരു തുക മാറ്റിവെക്കുന്നത്. ഏതായാലും ശബരി റെയിൽപാതയെക്കുറിച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 3 പതിറ്റാണ്ട് ഇതിലേക്ക് പിന്നിടുകയാണ്. 97 ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ മധ്യ കേരളത്തിലെ സമഗ്രമായൊരു വികസനവും കാര്യവും എല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അത് മലയോര മേഖലകളിൽ ഒരു സമഗ്ര വികസനം ലക്ഷ്യമിട്ടിരുന്നു. 111 കിലോമീറ്റർ ദൈർഘ്യത്തിലൂടെ പോകുമ്പോൾ ഏതാണ്ട് 14ഓളം റെയിൽവേ സ്റ്റേഷനുകൾ അതിൽ വിഭാവനം ചെയ്യും. അങ്ങനെ തുടങ്ങി വെച്ചത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് ആ പദ്ധതി മന്ദീഭവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിന് വലിയൊരു പ്രഖ്യാപനത്തിലേക്ക് വന്നിരിക്കുന്നത്. കേന്ദ്രം ആദ്യഘട്ടത്തിലുള്ള ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. അതിൽ ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നത്. കാലടി സ്റ്റേഷനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തുടക്കത്തിൽ പൂർത്തിയാകുന്നത്. പിന്നീട് ഈ ഭാഗത്ത് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഈ പദ്ധതിക്ക് ഒന്നും തന്നെയും നടന്നിട്ടില്ല. ഈ സ്ഥലം ഏറ്റെടുക്കൽ ഒരു ഭാഗത്ത് പൂർത്തിയാകുമ്പോൾ പിന്നീട് മറുഭാഗത്തെല്ലാം തന്നെ സ്ഥലം അതിൻ്റെ ഒരു മരവിപ്പിക്കൽ നടപടികൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു കാലാവധി പിന്നിട്ടിരിക്കുന്നതാണ്. അത് രണ്ടാമത് തുടങ്ങേണ്ടി വരികയും പലതവണ കേന്ദ്ര സർക്കാർ ബജറ്റിലെല്ലാം തന്നെ ചിലപ്പോൾ പരാമർശിച്ചു പോകുന്നതല്ലാതെ പിന്നീട് അനക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൽ ഒരു നഷ്ടമെന്ന് പറയുന്നത് ഈ മേഖലയിൽ ഉള്ള സ്ഥലമെടുത്തു പോയവർ, അവരുടെ ഒരു പുനരധിവാസമായ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെയാണ് ഈ ഇത്തരം കെട്ടിടങ്ങളുടെ ഇങ്ങനെ നടത്തിയിട്ടുള്ള ചില നിർമ്മിതികൾ, മേൽപ്പാലവും അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇത് നാളുകളായിട്ട് ശോച്യ അവസ്ഥയിലേക്ക് തന്നെ തുടരുകയും ചെയ്യുന്നത് പലതും തന്നെയും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി പണി പൂർത്തിയായ ഒരിടമെന്ന് പറയും. നമുക്കൊപ്പം ഈ പരിസരവാസികളെല്ലാം തന്നെ ചേരുന്നുണ്ട്. ഈ പദ്ധതിയോടെ വളരെ പ്രതീക്ഷയോടെ കാണുന്നവരെല്ലാം തന്നെ ഏതായാലും പുതിയ പ്രഖ്യാപനങ്ങൾ ഏത് രീതിയിൽ അവരെ അത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പരിശോധിക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത്? കേരള സർക്കാർ ഇപ്പോൾ വളരെ അടുത്ത് വലിയൊരു എമൗണ്ട് ഈ ശബരിപാതയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നല്ല സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാർ വർഷങ്ങളായി ഇതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതല്ലാണ്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും പൈസയൊന്നും കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമില്ല. 10-22 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ റെയിൽവേയുടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ അങ്ങനെ തുടങ്ങിയെങ്കിലും അത്
എങ്ങും എത്താത്ത രീതിയിൽ അശാസ്ത്രീയമായ രീതിയിൽ ആദ്യമേ തന്നെ കാലടിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പണിതു. അതിനുശേഷമാണ് റെയിൽവേ ലൈൻ തന്നെ വരുന്നത്. അതിന് മണ്ണിടുകയും അതിന്റെ ലെവൽ ഒക്കെ നോക്കുകയും ചെയ്തു. അതിന്റെ ഇടയ്ക്ക് കുറെ അധികം റോഡുകൾ ക്രോസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു. ആ റോഡുകളൊക്കെ എങ്ങനെ അവിടെ അവർക്ക് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റുന്നൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ റെയിൽവേ സ്റ്റേഷൻ പണിതതിന്റെ ഭാഗമായിട്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു അണ്ടർ പാസേജ് വന്നു. ആ അണ്ടർ പാസേജിന് സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ അത് വെള്ളക്കെട്ടായി കിടക്കുകയാണ്. കാരണം റെയിൽവേ സ്റ്റേഷന്റെ താഴേക്ക് മാത്രമേ അതിനു വേണ്ടി ഒരു കൽവർട്ട് പണിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. അത് വന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്ന അവസ്ഥ അത് ഉപയോഗശൂന്യമായി കിടക്കും. അതിന്റെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷന്റെ വളരെ ചേർന്ന് വീണ്ടും ഒരു റോഡ് വരും എന്ന് പറഞ്ഞ് അവിടെ ഒരു കുളം കുത്തിയിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഇപ്പോൾ മീനിനെ വളർത്താനേ പറ്റുന്ന അവസ്ഥയുള്ളൂ. ഇത് വലിയ പ്രതീക്ഷ ഇപ്പോൾ പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കേന്ദ്ര സർക്കാർ കൂടി പറയട്ടെ എന്നുള്ളതാണ്. അതെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു കാരണം ഇപ്പോൾ ബഡ്ജറ്റ് വന്നല്ലോ. ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിന്റെ വന്നു. ₹1 പോലും ഇതിനു വേണ്ടി മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരള ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ പറ്റില്ല. എത്ര ഫണ്ട് ഇതിനുവേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് കേരള ഗവൺമെന്റ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ആ ബോധ്യം ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹകരണം ഇല്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹകരണം ഇല്ലാതെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് കേന്ദ്ര സർക്കാർ വളരെ നല്ല രീതിയിൽ ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും എന്നാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിപ്പോ പരിസരവാസിയാണല്ലോ, നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഇതൊക്കെ മാറി നല്ലൊരു രീതിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ശുഭാപ്തി വിശ്വാസമുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊരു ഗതാഗത സൗകര്യം, റെയിൽവേ ഗതാഗത സൗകര്യം വന്നാൽ എല്ലാ കേരളത്തുകാർക്ക് തന്നെയല്ല ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ്. അത് എത്രയും അത് തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ നമ്മുടെ വികസനം എന്ന് പറയുന്നത് പ്രായോഗികമാകും. എങ്ങനെയാ ചേട്ടാ കാണുന്നത്? കുറെ നാളുകളായാലും നമ്മൾ ഈ ഒരു അവസ്ഥയോടൊക്കെ മുന്നിട്ട് ജീവിക്കുകയാണ്. കാരണം ഇത് സാമൂഹ്യ വിരുദ്ധരുടെ അടക്കം താവളമായി, അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം എന്ന് തന്നെയാണ്. അതെ, ഞങ്ങളും ഈ സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് ഇതിൽ വഴി നടന്നു പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇവിടെ ഉള്ളത്. ഈ സ്ഥാപനം ഉള്ളത് കൊണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വിളയാടുന്നത് രാത്രിയിലും പകലായാലും പോകാൻ പറ്റാത്ത ഒരു രീതിയിലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒട്ടും പോകാൻ പറ്റില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതും വലിയ പാടായിട്ട്. അങ്ങനെ ഇതിപ്പോൾ ഈ ആദിശങ്കർ നമുക്ക് പറയാൻ തന്നെ വിഷമമാണ് വെച്ചാൽ ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് എടുത്ത ഭൂമിയാണിത്. ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പരിപാവനെ കാലെന്ന് പറയുന്നതല്ലാണ്ട് അതിനൊരു പ്രാവർത്തികമായ രീതിയിൽ ഈ ശബരി ഉൽപാദ വന്നതുകൊണ്ട് ജനങ്ങൾ അറിയും, ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും. ശബരിമലയിലേക്ക് പോകാനുള്ള സൗകര്യം അത് ഇപ്പൊ പോവാൻ ഇത് വന്നു കിട്ടുള്ളൂ. ഒത്തിരിയേറെ നമുക്ക് ചെയ്യും. അത് തെക്കൻ ജില്ലകളിലെ ആളുകൾക്ക് ഇതിന് ഒത്തിരിയേറെ ഇതിന് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ. ഈ ശബരിമല റെയിൽപാത വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശബരിമലയിലേക്ക് ഉള്ള യാത്രക്കാർക്ക് സുഗമമായിട്ട് പോകാനുള്ള ഒരു സൗകര്യമാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമ്മുടെ പരിസരവാസികളൊക്കെ ഈ കാട് പിടിച്ചെടുക്കുന്നതുകൊണ്ട് മലമ്പാമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളും ഒത്തിരി നമുക്കുണ്ട്. ഈ വേസ്റ്റുകൾ കൊണ്ട് നടന്ന ഇതുണ്ട്. ദുരിതങ്ങളൊക്കെ മാറണം. അപ്പം നല്ല രീതിയിൽ ഈ കേരള ഗവൺമെന്റ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് സഹകരിക്കണമെന്നാണ് പറയാറുള്ളത്. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പാത പൂർത്തീകരിക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരിലും തന്നെയുണ്ട്. പുതിയ പ്രഖ്യാപനങ്ങളെല്ലാം അതിന് ഗുണകരമാകുമെന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും അതിനെ ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം മാത്രം പോരാ, മറ്റുള്ളവർ കേന്ദ്ര സർക്കാർ കൂടി ഇക്കാര്യത്തിലെല്ലാം തന്നെ ഇടപെടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും ബാക്കി വയ്ക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം പ്രതീക്ഷ പകരുന്നുണ്ട്. അത് പൂർണ്ണ അർത്ഥത്തിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ കെ.പി. ദാനേഷിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18 കൊച്ചി. കരസേനാ മുൻ മേധാവി MM നരവനെയുടെ പുസ്തകത്തിലെ വെളിപ്പെടുത്തലിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പ്രതിഷേധത്തെ തുടർന്ന് രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയം പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ ലോക്സഭ പാസാക്കി. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വഴിവെച്ചു. വൈകിട്ട് രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി തടസ്സപ്പെടുത്തുമെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ലോക്സഭയിൽ മറുപടിയില്ലാതെ തന്നെ നന്ദി പ്രമേയം പാസാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ രാജ്യസഭയിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാജ്യസഭയിലും സമാനമായ നിലപാട്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയും സംസാരിക്കേണ്ട എന്ന് തന്നെയാണോ?
അതെ ശ്രീജ, ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് വേദിയായിട്ടുണ്ട്. കാരണം ലോക്സഭയിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തുടർന്ന് സ്പീക്കർ പ്രതിപക്ഷത്തിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. കാരണം ഇന്നലെ ട്രഷറി ബെഞ്ചിലേക്ക് അടുത്ത പ്രതിപക്ഷത്തിൻ്റെ നടപടി ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ലോക്സഭ പിരിയുകയായിരുന്നു. അതായിരുന്നു ലോക്സഭയിലെ സാഹചര്യം. രാജ്യസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യസഭയിൽ ശക്തമായ ഏറ്റുമുട്ടലിന് വേദിയായി. കാരണം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായി ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുകയാണെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉന്നയിച്ചു. എന്നാൽ അതിനെ എതിർക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു. JP നഡ്ഡയും ഒപ്പം തന്നെ കിരൺ റിജിജുവും അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ലോക്സഭയിലെ വിഷയങ്ങൾ അത് രാജ്യസഭയിലേക്ക് കൊണ്ടുവരേണ്ടതിൽ ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ഖർഗെ അതിന് മറുപടി നൽകിയത് പാർലമെന്റ് എന്ന് പറയുന്നത് 2 സഭകളും ചേരുന്നതാണ്, അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ വിഷയം രാജ്യസഭയിൽ ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം നിലപാടെടുത്തു. ഇതിനിടെ കോൺഗ്രസ് ഒരു കുട്ടിയുടെ തടവറയിലാക്കാൻ അനുവദിക്കരുത് എന്ന പരാമർശം JP നഡ്ഡയുടെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു. അത് വലിയ ബഹളത്തിനിടയാക്കുകയും ചെയ്തു. ഏതായാലും സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് രാജ്യസഭ വേദിയായത്. ലോക്സഭ വീണ്ടും 12 മണിക്ക് സമ്മേളിച്ചപ്പോഴും ബഹളം തുടരുകയായിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ നന്ദിപ്രമേയ പ്രസംഗത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെ തന്നെ പാസാക്കിയ അസാധാരണമായ നടപടിയിലേക്ക് കൂടി ലോക്സഭ കടന്നിരിക്കുകയാണ്. കാരണം ഏതാണ്ട് 22 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെ നന്ദിപ്രമേയം പാസ്സാക്കുന്നത്. ഇതിനു മുൻപ് 2004 ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് തുടരുകയാണ്. ഇന്ന് ഏതായാലും 5 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ മറുപടി രാജ്യസഭയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മറുപടി തടസ്സപ്പെടുത്തുന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യം പ്രതിപക്ഷമുള്ളത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ 4 ദിവസമായി സമാനമായ സ്ഥിതിയാണ് ലോക്സഭയിൽ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെയും സംസാരിക്കാൻ അനുവദിക്കില്ല. ഇതാണിപ്പോൾ ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. ശ്രീജ. ശരി, PR രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കാസർഗോട്ടും വയനാട്ടിലും മെഡിക്കൽ കോളേജുകൾ അനുവദിച്ചിട്ടും സംസ്ഥാനം പര്യാപ്തമായ സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലെന്ന് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. കൊല്ലത്ത് ESI മെഡിക്കൽ കോളേജിനും സ്ഥലം നൽകിയില്ല. കേരളത്തിലെ ജനങ്ങൾ എന്തു പിഴച്ചുവെന്നും സംസ്ഥാനവുമായുള്ള കേന്ദ്രത്തിന്റെ അനുഭവം നല്ലതല്ലെന്നും ശോഭ പറഞ്ഞു. എയിംസിനെ കുറിച്ച് മുഖ്യമന്ത്രി കേന്ദ്രവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രി എത്ര വട്ടം ഡൽഹിക്ക് പോയി, കേരളത്തിന് എന്ത് കിട്ടിയെന്ന് അറിയാവുന്നവർക്ക് മനസ്സിലായി. ഹൈസ്പീഡ് ട്രെയിൻ DPR തയ്യാറാക്കുകയാണ്. ആവശ്യമായ പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്രയോ തവണ പോയിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്യുന്നു. എയിംസിനെ കുറിച്ച് കഴിഞ്ഞ 6 മാസം അവിടെ പോയി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കണം. കാലിക്കറ്റിൽ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അങ്ങനെ ലാൻഡ് അക്വിസിഷൻ എവിടെ കംപ്ലീറ്റ് ചെയ്തു? ഇതെല്ലാം ചോദിക്കാണ്ട് എയിംസ് വന്നില്ല. ഈ ഹൈസ്പീഡ് പാസഞ്ചർ ട്രെയിൻ അതിന്റെ DPR തുടങ്ങാൻ ശ്രീ ശ്രീധരൻ സാറിന്റെ കീഴിൽ ഒരു പ്രോജക്റ്റ് DPR ഉണ്ടാക്കാൻ ആ പ്രോസസ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അത് തുടങ്ങുന്നു, അത് കംപ്ലീറ്റ് ആവും. അതിന് 100% പിന്തുണ നരേന്ദ്രമോദി സർക്കാർ തരും. ആ DPR എല്ലാം കംപ്ലീറ്റ് ആവണ്ടേ? കംപ്ലീറ്റ് ആയി പഠിച്ച് പരിശോധിച്ച് അതിന്റെ ഉറപ്പ് ഞങ്ങൾ NDA ഇവിടെ ഭരിക്കാൻ അത് ഞങ്ങൾ നടപ്പിലാക്കി തരുന്നു. ഞങ്ങൾ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. ഇറാനും US-ഉം തമ്മിലുള്ള ആണവ ചർച്ചകൾ നാളെ ഒമാനിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ചർച്ച. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ഇക്കാര്യം അറിയിച്ചത്. യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണം കുറയ്ക്കാൻ ഇറാൻ തയ്യാറായേക്കും. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിദേശത്തേക്ക് മാറ്റില്ലെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ആണവ കേന്ദ്രം വികസിക്കാനുള്ള ഇറാൻ പദ്ധതി തടയുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ജയിലിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെതിരായ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. വേതന വർധന സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഹൈക്കോടതി നിരീക്ഷിച്ചു. വേതന വർധന കേവലം സാമ്പത്തിക വിഷയം മാത്രമല്ലെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ജയിൽ അന്തേവാസികളുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നടപടിയാണെന്നും സർക്കാർ അറിയിച്ചു. അഡ്വക്കേറ്റ് CN പ്രകാശ് ചേർന്നു. അഡ്വക്കേറ്റ് പ്രകാശ്, ഇത് വലിയ വിവാദമായ ഒരു സംഭവമാണ്. അതിലിപ്പോൾ ഹൈക്കോടതി എടുത്തിട്ടുള്ളത്
പൂർണ്ണമായും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം സർക്കാരിനാണെന്ന നിലപാട് തന്നെയാണോ? തീർച്ചയായും സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വളരെ നിർണായകമായിട്ടുള്ള വിധി ഉണ്ടായിട്ടുള്ളത്. ജയിലിൽ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതിനെതിരായിട്ടാണ് പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ വന്നത്. ഈ വേതന വർധന സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്ന് വീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പൊതുതാൽപര്യ ഹർജി തള്ളിയിട്ടുള്ളത്. ഹർജി പരിഗണിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. വേതന വർധന കേവലം സാമ്പത്തിക വിഷയം മാത്രമല്ലെന്ന് സർക്കാർ കോടതിയിൽ വാദിച്ചു. ജയിൽ അന്തേവാസികളുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നടപടിയാണ് ഇതെന്നും സർക്കാർ ഉന്നയിച്ചു. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി സർക്കാർ. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തെ വഖഫ് ബോർഡ് അംഗമായി സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. MK സക്കീർ ചെയർമാനായി തുടരും. മുസ്ലിം ലീഗിന്റെ അടിത്തറയായ സമസ്തയിൽ CPM അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നയാളാണ് ഉമർ ഫൈസി മുക്കം. കേന്ദ്ര സർക്കാർ വഖഫ് ബോർഡ് നിയമന രീതി ഭേദഗതി ചെയ്തതോടെ നീണ്ടുപോയ പുനഃസംഘടനയാണ് ഇപ്പോൾ നടത്തിയത്. മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളെ ഉടൻ നിയമിക്കുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. വഖഫ് ബോർഡ് പുനഃസംഘടന പൂർത്തിയാക്കാൻ ഹൈക്കോടതി നൽകിയ അവസാന തീയതി ഇന്നായിരുന്നു. SSLC പരീക്ഷ എഴുതുന്ന കുട്ടികളിൽ ഭയപ്പാടുണ്ടാക്കുന്ന ചില വാർത്തകൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. ഇക്കാര്യത്തിൽ ഉത്കണ്ഠയുടെ ആവശ്യമില്ല. ചില അധ്യാപകരും തെറ്റായ പ്രചാരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയായിരിക്കും ഇത്തവണയും പരീക്ഷയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് കൊല്ലം ജില്ലാ സമ്മേളനം തുടരുകയാണ്. കുണ്ടറ YMCA ഹാളിലെ ബിനേജു നഗറിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തിയതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് പുതിയ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 14,155 രൂപ, പവന് 1,13,240 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 11,700 രൂപ, പവന് 93,600 രൂപ. വെള്ളി ഗ്രാമിന് 300 രൂപ, കിലോഗ്രാമിന് 3 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഭാരതത്തിന്റെ ഗ്രോത്ത് സ്റ്റോറിയിൽ വർഷങ്ങളായി കരുത്തോടെ കൂടെയുണ്ട് ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. കാണാം ഇന്ന് രാത്രി 9:15. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.